വരൂട്ടാ. പണ്ട് കുഞ്ചവയൽ പാടത്ത് പമ്മി പമ്മി നടന്ന് എന്റെ കൈ പിടിച്ച് ഓടിച്ചാട് എന്റെ പഴയ മന്ദാകിനെ പോലെ ഉണ്ടടാ. നീ ആരെ കുറിച്ച് പറയണത്? ആരെ കണ്ടാലും നിനക്ക് മന്ദാകിനിയാണ് എന്തിനാണ്? അങ്ങനല്ല, അത് തോന്നിപ്പോയിടോ. പഴയ അതെന്റെ മണ്ടുവാണ്, ഞാൻ കെട്ടാൻ പോണ പെണ്ണാണത്. എന്റെ മണ്ടോര് എന്റെ മന്ദാകിനി മാമ അല്ലടാ. മന്ദാകിനി ഞാൻ സംസാരിക്കണത് നോക്കി നീ ഇരിക്കണ്ട, അതുകൊണ്ടാണ് അവള് മുഖം തരാത്തത് കേട്ടാ. ആ നീ വേറെ വല്ലയിടത്തും നോക്കിയിരുന്നു. ലുക്ക് കുറവൊന്നുമില്ലല്ലോ. പൂവ് ചുവന്നൊരു പൂവ് ചൂടി വരുന്നു ചിരിച്ചവള്. ഇപ്പൊ വിളിക്കേ അവിടെ ഇരുന്നോ. തിരക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. രഞ്ജിത്ത് സാർ അല്ലേ? സാർ, വണ്ടി സർവീസിന് ടൈം ആയല്ലോ. ദേവു സർവീസ് സെന്റർ എന്നാണ്. അതെ സാർ, നാളത്തേക്ക് മതിയോ സാർ? നാളെ വരുമോ? നാളെ ഞാനുണ്ട്. ഓക്കെ സാർ, നാളത്തേക്കുള്ള സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്തേക്കാം. മണ്ടൂതിരി സാർ, മണ്ടൂന്ന് വിളിച്ചോളൂ. ഓക്കെ സാർ, ശരി ശരി ശരി. എല്ലാവരും ഓക്കെ, ഞാൻ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് സാർ. ഓക്കെ, പെട്ടെന്ന് ഡെലിവറി ചെയ്യാൻ പറ. ഓക്കെ. സന്തോഷത്തോടെ കിടികട നാദം. സാർ ഇപ്പൊ വരൂട്ടോ. ആള് മാറിപ്പോയോ? ഇല്ല, അത് തന്നെയാണ്. എല്ലാവരുടെ ഇതാ കൃഷി എന്ന് തോന്നുന്നു. തെറ്റിദ്ധരിച്ചായിരിക്കും. നീ വിചാരിക്കുന്ന പറയുന്ന കാര്യങ്ങൾ ഇതൊരു ബിസിനസ് ട്രിക്കാണ്. നിന്റെ വണ്ടി ഇവരെ സർവീസ് സെന്ററിൽ എത്തിക്കാന്നുള്ളൊരു കാര്യമാണ്. രണ്ടുകൂടെ വേറെ കാര്യം ലോക്ക് കൊണ്ടിരുന്നു. Excuse me, ആരാ പ്യാരിജാതൻ? വെൽക്കം ടു ദേവു സർവീസ് സെന്റർ. എന്തായിരുന്നു പറഞ്ഞേ? മണ്ടു എന്റെ ഫ്രണ്ടാണ്. അപ്പൊ വണ്ടി ഞങ്ങളുടെ മണ്ടൂതിരിയോ? സംസാരിച്ചിട്ട് അല്ല, വണ്ടി സർവീസ് ചെയ്യാനല്ല വന്നത്. സർവീസ് ചെയ്യണം. വണ്ടി എവിടെ ഇരിക്കുന്നേ? വണ്ടി താഴത്തെ റിസപ്ഷനില്. താഴെ വണ്ടി കാണിക്കൂ. അതെ. ഓ, വീട് എത്ര മണ്ടൂല്ലേ? എത്ര മണ്ടൂല്ലേ? മണ്ടു ഒരു മണ്ടു ഉള്ളൂ. നീ മണ്ടന എന്താ? എന്റെ ഫ്രണ്ടാണ്. അപ്പൊ ഒന്ന് അത് കുഴപ്പമില്ല, നമുക്ക് വണ്ടി സർവീസ് ചെയ്യാനല്ല വന്നത്. സർവീസ് താഴെയാണ്, ഞാനാ സർവീസ് ചെയ്യുന്ന ആളാണ്. അല്ല, കുഴപ്പമില്ല. മണ്ടു അല്ലല്ലോ സർവീസ് ചെയ്യണം, ഞാനല്ല. ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞോളാം. വരൂ, നമുക്ക് വണ്ടി കാണിച്ചു തരും. വരൂ. വേറെ ഒരുപാട്, കാരണം ഈ മാസം വന്ന് വളരെ നന്നായി. ഒരുപാട് ഓഫറുള്ള മാസമാണേ. വരൂ. അപ്പൊ വരൂ. അതെവിടെങ്കിലും വീട് ചാവ് അറിയില്ല. അതിനൊരു അതെ, വണ്ടി ഞാൻ ഓടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടല്ലോ വണ്ടിക്ക്. ചെറിയ ചെറിയ ചെറുതൊന്നല്ല, നമ്മളൊക്കെ ഒരുപാട് വണ്ടി ഓടിക്കണല്ലേ ഡെയിലി. ഇത് ഭയങ്കര ശബ്ദമുണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2021. 4 കൊല്ലല്ലേ ഉള്ളൂ. 4 കൊല്ലം വണ്ടി ആകെ പണി. നിങ്ങൾ സർവീസിന് എവിടെ കൊടുക്കല്? സർവീസ് നമ്മുടെ സുധീന്റെ അടുത്ത് നിന്ന് ഓന്റെ അടുത്തേ കൊടുക്കലു. ഓൻ എന്തൊക്കെ ശരിയാക്കിട്ട് അപ്പം വിടല്ലേ, വേറെ ഏടി പോരാ. സുഹൃത്തിന്റെ സ്തുതി എന്ന് പറഞ്ഞിട്ട് അതാണ് കുഴപ്പം. നിങ്ങൾ കമ്പനിയിൽ തരേണ്ട വണ്ടി, കമ്പനി സർവീസ് ചെയ്ത വണ്ടിക്ക് ഗ്യാരണ്ടിയാ. വണ്ടിക്ക് ഷോക്ക് അബ്സർ പോയിട്ടുണ്ട്. വണ്ടി ഓടിക്കാനൊരു സുഖമില്ല. ഈ വണ്ടിക്ക് ഓടിക്കാൻ സുഖമുള്ള വണ്ടി അറിയോ? നിങ്ങൾക്ക് ഓടിക്കുമ്പോ തോന്നിയില്ലേ? ഇത് ഓടിക്കുമ്പോ അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണ്ടല്ലോ. ബാക്കിലിരിക്കാൻ എനിക്ക് ഒരു സുഖമില്ല അല്ലേ? അത് കൊറേ ദൂരമൊക്കെ നമ്മ യാത്ര ചെയ്യൂലേ, അപ്പൊ ഈ നടുവിനൊരു. അതാണ് പറഞ്ഞത്. കാരണം 4 കൊല്ലം കൊണ്ടൊന്നും വണ്ടി ഇങ്ങനെ ആവാൻ പാടില്ല. നിങ്ങള് ശരിക്കും സർവീസിന്റെ കാര്യത്തിൽ അങ്ങേക്ക് പെട്ടു. കാരണം ഇപ്പൊ എന്താ അറിയോ, കുറച്ച് സാധനങ്ങൾ നമ്മൾ അർജന്റായിട്ട് റീപ്ലേസ് ചെയ്യണം. എന്നാൽ തന്നെ സാധനം നന്നാവുള്ളൂ.
അല്ല അപ്പൊ ഒരു 3 ദിവസത്തെ പണി ഉണ്ടാവും. അയ്യോ 3 ദിവസം എടുക്കും. 3 ദിവസം എടുക്കും. 3 ദിവസം എടുക്കും. അയ്യോ ഒരാഴ്ച കിട്ടണ്ടേ നമുക്ക്? ഇല്ല അത് നോക്കണ്ട. സാറേ ഇത് വിലക്കെടുക്കലിന്റെടാ. വിലക്കെടുക്കലിന്റെ എന്തിനാ? വിറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ പൈസ മേടിച്ച് എവിടെയും പോകാലോ, സർവീസിന് നിൽക്കണ്ട. പുതിയ വണ്ടി എടുക്കാനുള്ള പണമുണ്ടോ? അതില്ല, വട്ടാണ്. അപ്പൊ നിങ്ങൾ ഇടയ്ക്കൊന്ന് വിളിച്ചാൽ മതി. അപ്പൊ എന്താ കണ്ടീഷൻ അറിയാം. 3 ദിവസം കഴിഞ്ഞിട്ട് രാവിലെ 10:30. 10 മണിയാകുമ്പോഴേക്ക് വന്നോളി. അതിന്റെ തലേ ദിവസം ഒന്ന് വിളിച്ചോളി എന്തായാലും. ശരി ശരി. നിങ്ങളെ പേരെന്ന്? എന്റെ പേര് മൊയ്തു. കുപ്പായത്തിന്റെ കളറൊക്കെ വണ്ടിയിലെ കളറായിട്ടല്ലേ? വണ്ടി നമ്മളെ യൂണിഫോം അല്ലേ? അപ്പൊ ഞാൻ അത് അങ്ങോട്ട് ഒന്ന് ശ്രദ്ധിച്ച്. ശരി. നമുക്ക് 3 ദിവസം കഴിഞ്ഞിട്ട് വരാം. അപ്പൊ വന്ന് മേടിക്കുമ്പോ നീ കൂടെ ഒന്ന് കൂടെ വരണേ. ഏതായാലും പെട്ടുവാ. വിശക്കുന്ന എന്താ കഴിച്ചിട്ട് പോയാലോ? ചായ കുടിക്കാം അവിടെ നിന്ന്. കൂടെ ഇത് വേണോ? ആരോട് പറയും? 16 അവിടെ 16 ഇത് നീ ആരെ ഇംഗ്ലണ്ട് തോന്നാച്ചാ? ലുക്ക് കണ്ടാ ഭയങ്കര തൊള്ള തുറന്ന 5 മിനിറ്റ് വിവരമില്ല, ബുദ്ധിയുമില്ല. ഈ പ്രേമാറ്റിനോടോ പ്രേമുണ്ടാ? അതും ഇല്ലേ? ആദ്യം ഞാൻ ക്ലച്ചോ നോക്കണ്ടേ കാർബേറ്ററോ നോക്കണ്ടേ? എല്ലാം കൂടി ഒന്ന് നോക്കണ്ട നിങ്ങള്. അത് നോക്കുന്നില്ലേ, കാണുന്നില്ലേ? ഇനി ഞാൻ ഈ പണി തീരുന്നവരെ നിങ്ങൾ ഇവിടെ നിൽക്കുവോ? ഇല്ലാലോ. എന്നാ പോയിട്ട് എന്താ തിന്നിട്ടല്ലോ ബാ ജല്ലി. വൈകുന്നേരത്ത് പണി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഇടങ്ങാറാക്കല്ലേ കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും. വണ്ടി മാറ്റില്ല, വേറെ വണ്ടി കേട്ടില്ല. എന്താ ഈ ടൈറ്റൊക്കെ മാറിയാ? ടൈറ്റ് മാറിയതല്ല, വണ്ടിയെ അങ്ങോട്ട് ഓടിക്കാൻ പറ്റണില്ല. ആ പഴയ കംപ്ലൈന്റ് തന്നെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ചാട് മുമ്പോട്ട് പോകുമ്പോ മിസ്സിങ് വലിയല്ല. മോനെ ലേശം ഇങ്ങോട്ട് മാറിയിരുന്നു. ഒരു മനുഷ്യനല്ലേ ബേക്കിക്കുന്നത്? അല്ല അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ അതിന്റെ മുകളിൽ കുറച്ച് പണിയുണ്ട്, 10,000-2,000 രൂപ വേണ്ടിയിരുന്നുള്ളത്. ഞാൻ അതിന്റെ ഇടയ്ക്കേ ഒന്ന് സർവീസ് സെന്ററിൽ കൊടുത്തൊന്ന് സർവീസ് ചെയ്തായിരുന്നു മൊത്തത്തിലേ. സർവീസ് സെന്ററിൽ കൊടുത്തോ? അത് എന്തെന്ന പേരട്ടെ, ഞാനിവിടെ ഉള്ള നിങ്ങൾ നിന്നെ അങ്ങോട്ട് കൊടുത്ത്? ഇല്ല, ഞാനിവിടെ അല്ല ചെയ്യിക്കണ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലും. മനുഷ്യനല്ലേ, ബലഹീനത വരുമല്ല. വിട്ടുപോയി ചെന്നൊന്നും പറയണ്ട. അവര് കൊറേ പൈസയും മേടിച്ച് ഈ സർവീസ് ചെയ്ത് തന്നാണ്. വീട് വരെ ഓടിച്ചെത്തി. പിന്നെ എടുത്തിട്ട് വണ്ടി സ്റ്റാർട്ടാണല്ല പഴയ പോലെ തന്നെ. അവര് ഈ നന്നാക്കുന്ന ബില്ല് ബില്ല് തന്നിട്ട് ഞാനത് നോക്കിയ ഇതില് എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. വണ്ടി ആ കൊടുത്ത പോലെ തന്നെ ഒന്ന് കഴുകിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഞാൻ ഇപ്പൊ അവിടെ നിന്ന് തള്ളിക്കൊണ്ടെന്നാണ് വീട്ടിൽ നിന്ന്. ഇതിപ്പോ ഒരുപാട് സാധനം മാറിയിട്ടുണ്ട്. ഒരുപാട് സാധനം മാറ്റിയിട്ടുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ടാക്കാം. അതെ കുറെ മാറിയിട്ടുണ്ടല്ലോ. ഇതിപ്പോ ഇത്രയും സാധനം മാറി ഇങ്ങനെ മിസ്സിംഗ് വേണ്ടി കംപ്ലൈന്റ് വരേണ്ട സാധ്യതയില്ല കേട്ടോ. എനിക്കറിയാൻ പാടില്ല, ഇത് ഓടിക്കാൻ പറ്റില്ല. നീ ഒന്ന് നോക്കിയിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതാ. ഞാൻ നോക്കാം, ഞാൻ നോക്കിട്ടേ നിങ്ങൾ വിളിക്കാം. ശരി. ഒന്നങ്ങോട്ട് നീങ്ങിയിട്ട് ആള് തട്ടി വീഴുവല്ല. കണ്ണ് കണ്ടുകൂടെ എനക്ക്? എന്താ അറിയാച്ചാ, ബാങ്കിന്നേ ഒരു നോട്ടീസ് വന്നേ. എന്തിന്റെ നോട്ടീസ്? അല്ല ഞാന് ഒരാവശ്യത്തിന് വേണ്ടിട്ട് അവളുടെ വള ബാങ്കിൽ വെച്ചിരുന്നു. അപ്പൊ അത് ലേലത്തിന് വിളിക്കുകയാണ്. അപ്പൊ അത് പുതുക്കി വെക്കേ അല്ലെങ്കിൽ എടുക്കുകയോ ചെയ്യാൻ പറഞ്ഞ് നോട്ടീസ് വന്ന. അപ്പൊ ഒരു 10,000 ഉറുപ്പ്യം കൂടി കിട്ടിക്കഴിഞ്ഞാ കയ്യിലുള്ളതും കൂട്ടിയിട്ട് ആ വളം അങ്ങോട്ട് എടുക്കാം. എന്നാ പിന്നെ ആ ബാങ്കായിട്ടുള്ള ഇടപാട് അങ്ങോട്ട് തീർക്കാലോ. അപ്പോഴാണ് പ്യാരിയുടെ 10,000 ഉള്ളത്. ഞാൻ എന്നോട് അന്നേ പറഞ്ഞല്ലേ സുഗത, ആ 10,000 ഉറുപ്പ്യ വെച്ച് നീട്ടിയപ്പോ നീട്ട് കൊണ്ടുപോയില്ല. ആ കാശ് അപ്പൊ അങ്ങോട്ട് മേടിച്ചു കൊണ്ടെന്ന് വെച്ചപ്പോ ഈ വരവ് വരേണ്ട കാര്യം ഉണ്ടായിരുന്നു. അല്ല അത് മേടിച്ചില്ല. ഞാൻ പറഞ്ഞ 5 പിന്നെ അവളുള്ളപ്പോ തരട്ടെ. 10 കിട്ടി കഴിഞ്ഞാൽ ചോദിച്ചാ പണ്ടല്ലോ അവിടെ അത് വിളിക്കി ചോദിച്ചാ. ഞാനത് 15 ഒന്നിച്ച് തന്നാ മതി എന്ന് പറഞ്ഞല്ലേ. അപ്പൊ അച്ഛനൊന്ന് പറഞ്ഞ അത് മേടിച്ചു. എന്താ നീ കൊടുത്ത കാശല്ലേ? അല്ല അതെ, എന്നാലും
വ്യാരിയേ ആ ഒന്നിങ്ങടെ വന്നേ, എന്താച്ചാ ഒന്നിങ്ങടെ വാടാ, എന്താച്ചാ ഇങ്ങട് വായോ ഇങ്ങട്. ആ അളിയാ ഒന്ന് ഈ എന്താ അവിടെ ചെയ്ത് കിടന്നുറങ്ങി? ഞാൻ ഫോൺ നോക്കി തന്നെ ഇരുന്നാണ്. എന്താ വിശേഷം? ഒന്നുമില്ല, ഇനിയിപ്പോ 15 വേണമെന്നൊന്നുമില്ല, 10 കിട്ടിയാലും മതി. ഇപ്പൊ 10 കിട്ടുക. 10? ആ അയ്യോ എന്താ അയ്യോ ആ കാശ് ഇരിക്കണ അങ്ങോട്ട് എടുത്ത് കൊടുത്താ പോരെ. അല്ലാച്ചാ അന്ന് എന്റെ അടുത്ത് 10 രൂപ ഉണ്ടായി. ഞാൻ പിന്നെ ഈ വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തല്ല. അപ്പൊ അതിൽ നിന്ന് 8000 രൂപ എടുത്ത് കൊടുത്തിട്ടാണ് അത് സർവീസ് ചെയ്തത്. എന്തൊക്കെ ഈ കഴുത 8000 പറയണേ. ഇനി 2000 രൂപ എന്റെ അടുത്ത് പൈസ ആയിട്ടുള്ളൂ. അളിയൻ പറഞ്ഞല്ലേ ഒന്നിച്ച് മതി എന്ന് പറഞ്ഞപ്പോ ഞാൻ അപ്പൊ നീ അളിയന് കൊടുക്കാൻ വേണ്ടിട്ട് എടുത്തു വെച്ച കാശല്ലടാ അത്. ആണ് പിന്നെ എങ്ങനെ വണ്ടിക്ക് കൊണ്ടുപോയി വണ്ടി സർവീസ് ചെയ്യാൻ കൊടുത്തപ്പോ എല്ലാം മാറ്റിയപ്പോ അത്രയും രൂപയായി. അത് ഇതെന്തോ ഉടായിപ്പാണ്. അല്ലെങ്കിൽ നീ 8000 റുപ്യക്കാ വണ്ടി അല്ല എന്നൊക്കെ വരട്ടെ അങ്ങനെ നീ ഇനിയിപ്പൊ 8000 ഉറുപ്പ്യ നീ കൊടുത്തു, അത് നേരാക്കി വെക്കാ. എന്നിട്ട് നീ ആ വണ്ടി തള്ളിക്കൊണ്ടാണല്ലോ പോയിരുന്നത്. അച്ഛാ അവിടുന്ന് തന്നപ്പോ വണ്ടി ഓടണ്ടായി. ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോ സ്റ്റാർട്ട് ആവണില്ല. 8000 ഉറുപ്പ്യം കൊടുത്തോ? 8000 രൂപ മേടിച്ച് ഞാൻ അവരെ വിളിച്ചപ്പോ കൊണ്ടുപോവാ സത്യം പറയാ. 8000 റുപ്യ നീ വണ്ടിക്കല്ല കൊടുത്തത്. നീ എനിക്ക് തരാണ്ട ആ പൈസ വേറെ എന്തോ തിരിമറിയുന്നുണ്ട്. ഒന്നുമില്ലാളിയാ, ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചു വെച്ചാണ്. മനുഷ്യനല്ലേ അച്ഛാ, ഒരു ദുർബല നിമിഷത്തിൽ ഞാൻ കൊണ്ട് കൊടുത്ത് പെട്ടുപോയി. നീ മനുഷ്യനോ? ഞാൻ കാണിച്ചൊരു വിഡ്ഢിത്ര അന്ന 10 ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സുഖത ആ കാശ് മേടിച്ചിട്ട് പോവാൻ. ഓരോരോ പണി കാണിച്ചു വെച്ചിട്ടുള്ള. ഹലോ ആ പേരേട്ടാ, ഞാനേ വണ്ടി നോക്കിയായിരുന്നു. ക്ലിയർ ആയാ? ഇപ്പൊ ഇവര് അവിടെ കാണിച്ചപ്പോ കുറെ സാധനങ്ങൾ മാറിയ മറ്റൊരു ബില്ല് തന്നല്ലോ. അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും മാറിയിട്ടില്ല, എല്ലാം പഴയ തന്നെയാണ്. അയ്യോ മാറ്റിയിട്ടില്ലേ? ഒരു സാധനവും മാറിയിട്ടില്ല. അതെങ്ങനെയാ ശരിയാണ്? ഞാൻ 10,000 രൂപ എണ്ണി കൊടുത്തതല്ല അവിടെ, പിന്നെ അങ്ങനെ മാറ്റാതിരിക്കണ? അതെ, അത് ശരിയാവൂല, അതാ ഞാൻ പറഞ്ഞേ. അപ്പൊ പറ്റിച്ചാണ് നിങ്ങളാ. നീ എന്തേ പറയണ? ഇപ്പൊ ഓടിക്കാൻ പറ്റുമോ? ഓടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ വഴിക്കാവും, എന്തായാലും തള്ളിക്കൊണ്ടോണ്ടി വരും. എന്താ ഇപ്പൊ ചെയ്യാൻ പറ്റണ? അല്ല നിങ്ങൾ ചെല്ല്, കാരണം നമ്മളെല്ലാം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ AC-യും മറ്റേ ഗ്ലാസ്സും എല്ലാം കണ്ട് അടുത്തേക്ക് വറക്കുമല്ലേ വലിയ ആഗ്രഹം. എടാ ഞാൻ അളിയന് കൊടുക്കാൻ പറ്റിയ പൈസ എടുത്തിട്ടാണ് ഞാൻ അത് ചെയ്തത്. അതേ നീ എങ്ങനെയെങ്കിലും ഒന്ന് അത് സ്റ്റാർട്ടാക്കി ഒന്ന് ഉരുട്ടാൻ പാകത്തിലാക്കിത്താ, ഞാൻ അവിടെ കൊണ്ടുവന്ന് കൊടുക്കട്ടെ. അതൊക്കെ ചെയ്യാം. എന്തായാലും അവിടെ കൊണ്ട കാണിച്ചേക്കട്ടാ. ഞാനൊന്ന് ചോദിക്കട്ടെ, ശരിയാക്കി നോക്കട്ടാ. ആയിക്കോട്ടെ. അതെ അളിയാ, എന്താ പറയണ? ഞാനിപ്പോ 8000 രൂപ കൊടുത്തു പറഞ്ഞിട്ട് അളിയൻ വിശ്വസിച്ചില്ലല്ലോ. എന്നോട് ആ പൈസ മേടിച്ചിട്ട് ആ പറഞ്ഞ സാധനങ്ങളൊന്നും മാറ്റിയിട്ടില്ല. അതാണ് വണ്ടി വർക്കാകാൻ. എവിടെ കൊണ്ടേ കൊടുത്തേ? നമ്മുടെ പൂച്ചവാന്തിക്കര ദേവൂസില്ലേ അവിടെ. കാശ് മേടിച്ചിട്ട് പിന്നെ ഒന്നും നേരാക്കാണ്ടിരിക്കുക. ഈ അച്ഛനോടല്ലേ പറയണ, ഞാൻ പൈസ കൊടുത്ത് അവര് നേരെയാക്കി സാധനം മാറ്റിയെന്ന് പറഞ്ഞ് തന്ന് അവിടെ നിന്ന് ഞാൻ ഓടിച്ചുണ്ടാ പോകുന്നത്. സുഗത ഒന്ന് ചെന്നേ മോനെ, എന്താ ഈ ചെക്കൻ കാണിച്ചു വെച്ചിട്ടുള്ള ചെന്ന് ചോദിക്കണല്ലോ. അങ്ങനെ ആളെ പറ്റിക്കാൻ പാടും. അങ്ങനെ ഒരു സ്ഥാപനം റെഡിയായിട്ട് ആ പൈസ മേടിച്ച് അപ്പൊ തന്നെ അളിയനെ ഞാൻ 10 രൂപ തന്നേക്കാം. ഞാൻ വരാം. അല്ല എനിക്ക് കിട്ടാനുള്ള കാശല്ലേ ഇപ്പൊ നീ അവിടെ കൊടുത്തത്. അത് മേടിക്കാണ്ട് പറ്റില്ലല്ലോ. വേറെ റെഡിയാവും. എന്തിനാ പെണ്ണ് കെട്ടണ? പെണ്ണ് കെട്ടണ്ടല്ലോ. ഒരു വിവരമില്ലാത്ത പോത്താന്ന് അളിയനായി പോയി. വണ്ടി സർവീസിന് വന്നിട്ടുണ്ടായില്ലേ? ചോദിക്കളെ, നിങ്ങൾ ഈ സ്ഥാപനത്തിന്റെ ആരാ? മാനേജർ. മാനേജർ ഭയങ്കര സെറ്റപ്പാണല്ലോ. എന്നെ പോലുള്ള പാവങ്ങളെ പിടിച്ചിട്ട് കണ്ടമാനം കാശുണ്ടാക്കിയിട്ടേ സർവീസ് സെന്റർ എന്നും പറഞ്ഞിട്ട്. എന്ത് പ്രശ്നം? ഞാനന്ന് ഇവിടുന്ന് എന്നെ ഒരു പെണ്ണ് വിളിച്ചിട്ട് വണ്ടി സർവീസ് ചെയ്യാൻ കൊണ്ടുവന്ന് കൊടുത്തില്ലേ? ഞാൻ സാറിനോട് പറഞ്ഞല്ലോ. വണ്ടി ചെയ്യാൻ നേരെയായിട്ടില്ല. അന്ന് നിങ്ങൾ പറഞ്ഞ ബില്ലും അവ അടച്ചില്ലേ? അടച്ചില്ലേ? അടച്ചു. എന്നിട്ട് വണ്ടി ഇപ്പൊ ശരിയായിട്ടില്ല. ഇത് എന്ത് ബില്ലാത്? ഈ കണക്കൊന്നും അറിയണം. ഇതിനാ വന്നു. എനിക്ക് എന്റെ പൈസ കിട്ടണം. ഇരിക്കുന്നു വേണ്ട. അതിന് ഉത്തരം പറഞ്ഞാൽ മതി. പൈസ എത്ര പൈസ? 8000 രൂപ. 8000 റുപ്യ എണ്ണ ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. അതെ, ഞാൻ വിളിക്കാം. ഞാൻ മെക്കാനിക്കിനെ വിളിക്ക്. വിവരം അറിയണല്ലോ. അല്ല, ഇരിക്കണ്ട വിളിക്കാൻ. 8000 റുപ്യക്ക് സാധനങ്ങൾ നിങ്ങൾ ആദ്യം അയാളെ വിളിക്ക്. അയാളെ വിളിക്കുക. ആരാ? കുളിക്കാനൊന്നും വേണ്ട, കുളിക്കാൻ. ഇയാളെന്താ കളിക്കണ? വിളിക്കടോ. അതിന് കുത്തി വിളിക്ക്. ചന്തത്തിനാ വെച്ചേക്കണത്. ഹലോ, നമ്മളെ മെക്കാനിക് മൊയ്തീനൊന്ന് വിളിക്കും. അർജന്റായിട്ട്. അർജന്റീന ഇങ്ങോട്ട് വരാൻ പറ. പണി അറിയണവരെ വെക്കണം പണിക്ക്. ഈ പറഞ്ഞ 8000 റുപ്യ സാധനം മേടിച്ചു വെച്ചിട്ട് വണ്ടി പുറത്തിറങ്ങി അളിയനെ ചൂടാക്കല്. ഇരിക്കാൻ പറയല്ലേട്ടോ. അളിയൻ എന്താ ചെയ്യണെന്ന് അറിയൂല. ആദ്യം അവനെ വിളിക്ക്. ഇത് വിവരം അറിയണല്ലോ. പാവങ്ങൾ അങ്ങനെ പറ്റിക്ക. 8000 റുപ്യ കൊടുത്തിട്ട് വണ്ടി റെഡിയാക്കിയിട്ട്
വണ്ടി സ്റ്റാർട്ട് ആവില്ല. വിളിക്കട്ടെ. ഹലോ, നമ്മളെ മെക്കാനിക്ക് മൊയ്തുല്ലേ? ആ മൊയ്തുനെ ഇങ്ങോട്ട് വിളിച്ച വിളിച്ചോ. അർജന്റാണ്. ഉണ്ടവിടെ. എത്ര പ്രാവശ്യം വിളിക്കത്? എത്ര പ്രാവശ്യം വിളിക്കുക? എവിടെ അവൻ? അപ്പൊ ഒരു ഉത്തരവാദിത്തം പെടുത്താനില്ല അവനല്ലേ? എവിടെ കിടക്കണോ? എത്ര നേരം വിളിക്കുന്നത്? കണ്ട് മാനേജറില്ല ഒന്നല്ല കേള്. ഒരു കാര്യം അറിയാൻ വേണ്ടി ഞങ്ങൾ വരുമ്പോ എന്റെ സൗകര്യത്തിന് വരും ഇവിടെ. ഞാനവിടെ വർക്കില്ലല്ലേ? എന്ത് വർക്ക്? എന്ത് കോപ്പില് വർക്കാണ് ചെയ്യുന്നത്? വർക്ക് ചെയ്തല്ലേ ഗുണല്ലേ ഇപ്പൊ കണ്ടത്? നിങ്ങൾ ബഹള കൂടല്ലോ. എന്ത് സാർ, എന്താ പ്രശ്നം എന്താണ്? ഇത് ബില്ല് നോക്കണേ. ബില്ല് ഇതേ അളിയന്റെ വണ്ടി 8,000 രൂപ ബില്ല് മേടിച്ച് എന്റെ വണ്ടി ഇവിടെ സർവീസ് ചെയ്താണ്. വണ്ടി ഓടിക്കാൻ പറ്റണില്ല. ടാറ്റാ ഉള്ളത്. വേറെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയപ്പോ ഈ പറഞ്ഞ